ഹലോ ഡിയേഴ്സ്, നമ്മൾ അങ്ങനെ 8ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് മാത്തമാറ്റിക്സ്. കാരണം മാത്സ് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നത് നിങ്ങളുടെ ബാക്കിയുള്ള വിഷയങ്ങളിലെ എല്ലാം പെർഫോമൻസിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി നമ്മൾക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഫിസിക്സ് പഠിക്കുമ്പോഴും കെമിസ്ട്രി പഠിക്കുമ്പോഴും ഒക്കെ മാത്തമാറ്റിക്സ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ മാത്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ കൺസെപ്റ്റും നമുക്ക് അത്രയധികം മനസ്സിലാക്കി പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ 8ാം ക്ലാസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ വേണം. എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഓരോ ചാപ്റ്ററിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നാളെ വൈകിട്ട് കൃത്യം 7:30 ഒരു ലൈവ് ഉണ്ട്. ആ ലൈവിലാണ് നമ്മൾ 8ാം ക്ലാസ്സിലേക്കുള്ള നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ഇതാ തുടങ്ങുകയാണ് നമ്മളുടെ ക്ലാസ്സുകൾ. നിങ്ങളെല്ലാവരും കാത്തിരുന്ന സൈലത്തിന്റെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഏത് രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആണ് സൈലം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നാളെ കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരണം. ഇനി നമ്മുടെ ബേസിക്സിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ചാപ്റ്ററുകളും എല്ലാമായിട്ട് ഫുൾ ലൈവുകളും എൻഡിയും ഒക്കെ ആയി നമ്മൾ ആഘോഷിച്ച് തുടങ്ങാൻ പോവുകയാണ്. സോ നാളത്തെ ലൈവ് മറന്നു പോകേണ്ട, കൃത്യം 7:30 സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ പാർട്ട് 2 പാർട്ടായിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, രണ്ടാമത്തെ ഭാഗത്തിലും നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ. അത് ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന മറ്റൊരു ചാപ്റ്റർ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തരാം. ഓക്കെ, 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ വാട്സപ്പിലൊക്കെ കുറെ മെസ്സേജുകളൊക്കെ കാണാറുണ്ടാവും. സുമതിയുടെ വയസ്സിന്റെ 1/3 അവളുടെ മകന്റെ വയസ്സ്, 5 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സ് ഇത്ര മടങ്ങാകും, അങ്ങനെയാണെങ്കിൽ വയസ്സ് എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഏജ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ കുറെ പസിൽസ്, ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോ 2x + 3 = 4 ഇങ്ങനെ കണ്ടാൽ 2x + 3 = 4 എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, എന്നൊരു സമവാക്യം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ x കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പോളിഗൺസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാകും. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ ഓൾറെഡി സ്ക്വയറും ട്രയാങ്കിളും റെക്റ്റാങ്കിളും ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. അതിലും കൂടുതൽ വശങ്ങളുള്ള രൂപങ്ങൾ, ഫിഗേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഐഡന്റിറ്റീസ് അഥവാ സർവ്വസമവാക്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ സിനിമയിലെ ഡയലോഗിലൊക്കെ കേട്ടിട്ടുണ്ടാകും a+b² എന്നൊക്കെ, അല്ലെങ്കിൽ x - y². ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്കുകളിലൂടെ നമ്മൾ പഠിക്കും. ഇനി 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പണവിനിമയം അഥവാ മണി മാത്ത് ആണ്. വളരെ സിമ്പിൾ ആണ്, എന്നാൽ നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. നമ്മൾ ബാങ്കിലൊക്കെ പോകുന്ന ആളുകളാണ്, പണം നിക്ഷേപിക്കുന്ന ആളുകളാണ്, ലോൺ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളത് അല്ലെ. അപ്പം കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചതുർഭുജ നിർമ്മിതി എന്ന ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ചതുർഭുജങ്ങൾ വരയ്ക്കാനാണുള്ളത്. ചതുർഭുജങ്ങൾ എന്ന് പറയുമ്പോൾ 4 വശങ്ങളുള്ള ഫിഗറുകളൊക്കെയാണ്, ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചതുർഭുജങ്ങളൊക്കെ വരച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് 5 മാർക്കും 6 മാർക്കും ഒക്കെ പരീക്ഷയ്ക്ക് നേടാൻ പറ്റുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക്
വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് റേഷ്യോ അഥവാ അംശബന്ധം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കും. ഈ ഒരു ചാപ്റ്റർ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള മാത്സിലെ പല ചാപ്റ്ററുകളിലും നമുക്ക് റേഷ്യോ അറിഞ്ഞിരിക്കണം. അത് മാത്സിൽ മാത്രമല്ല ഫിസിക്സിലും ഒക്കെ റേഷ്യോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചതുർഭുജ പരപ്പ് അഥവാ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നതും സ്ക്വയറിന്റെ ഏരിയ കാണുന്നതും ഒക്കെ ഇതിനോടകം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ റെക്ടാങ്കിളും സ്ക്വയറും ഒന്നും അല്ലാത്ത കുറെ ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. ഇപ്പം ട്രപ്പീസിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, പാരലലോഗ്രാം ഉണ്ട്. പാരലലോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പട്ടം, അല്ലെ? പട്ടം കണ്ടിട്ടില്ലടാ, ഇതൊക്കെ ക്വാഡ്രിലാറ്ററലാ. അല്ലെങ്കിൽ പാരലലോഗ്രാം അല്ലെ? വീട്ടിലെ ഓടൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ റൂഫിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുപോലത്തെ രൂപങ്ങൾ? നിങ്ങൾ വീട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വീട് വരയ്ക്കുക? ഇങ്ങനെ വീട് വരച്ചിട്ടില്ല നിങ്ങൾ? ഇതാണ് പാരലലോഗ്രാം. അപ്പൊ ഈ ഭാഗത്തിന്റെ ഏരിയ എങ്ങനെ കാണാം? ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററിലാണ്. അത് കഴിഞ്ഞ് നെഗറ്റീവ് നമ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അതിനേക്കാൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കൊല്ലം പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അത് വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ 10 ചാപ്റ്ററുകളാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററുകൾ പഠിക്കാൻ ആവശ്യമായ മുഴുവൻ ബേസിക്സും എല്ലാ ബേസിക് കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു തരും. സോ സൈലത്തിന്റെ കൂടെ വരിക എന്നൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും അതുപോലെ തന്നെ എന്റർടൈൻമെന്റിന് വേണ്ട കോണ്ടന്റ്സും എല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ടാകും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.